അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ അംഫാലിലെ 2, 3, 4 ആയത്തുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ. ശരിയായ മുഅ്മിനീങ്ങളുടെ ചില വിശേഷ ഗുണങ്ങൾ പറയുകയാണ്. ആദ്യം പറഞ്ഞത് അല്ലദീന യുഖീമൂന സ്വലാഹ്, അവർ നിസ്കാരം കൃത്യമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതിന് നല്ല ശ്രദ്ധ ഉള്ള ആളുകൾ, ക്രമം തെറ്റാതെ കൊണ്ട് നടക്കുന്ന ആളുകൾ. പിന്നെയോ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ സ്വഭാവം പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഇവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവായി ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതും വറിസ്ഖുൻ കരീം. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ദറജാത്തിന് ഒരുപാട് പദവികൾ അവർക്കുണ്ട്. പല തട്ടുകളിലായിട്ടുള്ള പദവികൾ അവർക്കുണ്ട്. മാത്രമല്ല അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് അവർക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹുവിൽ നിന്നുള്ള വലിയ മാന്യമായ സ്വീകരണവും അവർക്ക് നൽകുന്നതാണ്. അല്ലാഹു അവർക്ക് പ്രതിഫലമായിട്ട് ദറജാത്ത്, പല ദറജകൾ, പല പദവികളുണ്ട് എന്നാ പറഞ്ഞത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നല്ല രസകരമായ ഒരുപാട് ഹദീസുകൾ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. സ്വർഗമെന്നാൽ എല്ലാ ആളുകളും കൂടി വസിക്കാൻ ഒറ്റ സ്വർഗമല്ല. സ്വർഗം അത് 3 സ്റ്റെപ്പുകളിലും 100 സ്റ്റെപ്പുകളിലും 100 തട്ടുകളിലുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗം 100 സ്വർഗമുണ്ട്. പക്ഷെ ഓരോ സ്വർഗത്തിന്റെ പ്രത്യേകം തരങ്ങള്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒറ്റ സ്വർഗത്തിൽ തന്നെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഒറ്റ സ്വർഗത്തിന് വിശാലമുണ്ട്. അങ്ങനത്തെ 100 സ്വർഗങ്ങളാണ് അല്ലാഹു തആല പദവികളായിട്ട് മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചത്. എന്നാൽ കേൾക്കണോ, ബൈന കുല്ലി ദറജതൈനി മാ ബൈന സമാഇ വൽ അർളി, 100 തട്ടുകളിലായി കിടക്കുന്ന സ്വർഗമില്ലേ, 2 സ്വർഗങ്ങൾക്കിടയിലുള്ള അകലമെന്ന് പറയുന്നത് ആകാശ ഭൂമികൾക്കിടയിലുള്ള അത്രയും വിശാലമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോ എത്ര അകലെയാണ് സൂര്യനെ നമ്മൾ കാണുന്നത്, എത്ര അകലെയാണ് ചന്ദ്രനെ കാണുന്നത്, എത്ര അകലെയാണ് നക്ഷത്രങ്ങളെ കാണുന്നത്. അതുപോലെ ആയിരിക്കും സ്വർഗത്തിന്റെ ഒരു പദവികളിലുള്ളവർ അടുത്ത പദവികളിലേക്ക് നോക്കുമ്പോ മറ്റുള്ളവരെ അത്രയും അകലത്തിലാണ് അവർക്ക് കാണാൻ കഴിയുക. അത്രയും വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗം. സ്വർഗത്തിനെ കുറിച്ച് ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞത് അങ്ങനെയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. അല്ലാഹ് പറഞ്ഞു, ഈമാനുള്ളവരെ നിങ്ങൾ സ്വർഗ്ഗലോകത്തേക്ക് ഉളരി വരണേ. എന്താണ് സ്വർഗത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? അർളുഹാ അസ്സമാവാതു വൽ അർളു. സ്വർഗത്തിന്റെ വീതി എന്ന് പറയുന്നത് ആകാശ ഭൂമികൾ ചേർത്ത് വെച്ചാൽ എത്രയുണ്ടോ അത്രയും സ്വർഗത്തിന് വീതിയുണ്ടെന്ന് ഖുർആൻ. നീളം പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം നീളം എന്ന് പറഞ്ഞത് എപ്പോഴും എന്തിനേക്കാൾ കൂടുതലേക്കാരം, വീതിനേക്കാൾ കൂടുതലുള്ളതിനല്ലേ നീളം എന്ന് പറയുള്ളൂ. സ്വർഗത്തിന്റെ വീതി അള്ളാഹു പറഞ്ഞത് ആകാശ ഭൂമികൾ അത്രയും വീതി ഉണ്ട് എന്നാ. പിന്നെ നീളോ അതിനേക്കാൾ ഒരുപാടുണ്ടാവും. സ്വർഗം 100 പദവികളാണ്. ഈ 100 പദവികളിലെ ഏറ്റവും മഹത്തരമായ പദവി എന്ന് പറയുന്നത് അത് ജന്നത്തുൽ ഫിർദൗസ് ആണെന്ന് ത്വാഹ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഒരുക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. അത് സ്വർഗത്തിന്റെ ലാസ്റ്റ് പദവി. ഞാൻ അതിന്റെ മേലൊരു പദവി ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറയാറുണ്ട്, സ്വഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ സലുല്ലാഹൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ. ദ്വാരക്കുമ്പോഴൊക്കെ അങ്ങനെ ദ്വാരക്കണമെന്നാ, അല്ലാഹുവേ ജന്നത്തുൽ ഫിർദൗസ് തരണേ എന്ന് പറഞ്ഞു ദ്വാരക്കണമെന്നാ.
കാരണം ഫഇന്നഹു സിർറുൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ കലവറയാണത്. വവസതുൽ ജന്ന, സ്വർഗത്തിന്റെ ഒത്ത നടുവാണത്. സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജന്നത്തുൽ ഫിർദൗസാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, ഈ ജന്നത്തുൽ ഫിർദൗസിന്റെ നേരെ മുകളിലുള്ളത് യജമാനനായ അല്ലാഹുവിന്റെ സിംഹാസനമായ അർശാൻ. മാത്രമല്ല വമിൻഹു തഫ്ജുറു അൻഹാറുൽ ജന്ന, എല്ലാ സ്വർഗങ്ങളിലൂടെയും ഒഴുകുന്ന പല പാനീയങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട നദികളുണ്ടല്ലോ, അത് മുഴുവനും ഒഴുകി വരുന്നതിന്റെ ഉത്ഭവ കേന്ദ്രം ജന്നത്തുൽ ഫിർദൗസ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് നാളെ ആഖിറത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ഫിർദൗസ് കിട്ടലാണ്. അതല്ലേ ബദരീങ്ങളുടെയൊക്കെ പ്രത്യേകത. അവരൊക്കെ ജന്നത്തുൽ ഫിർദൗസ് കിട്ടിയവരാണ്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. ഈ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാ. ബദർ യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും മദീനയിൽ വന്നു. ഹൃദ്യമായ സ്വീകരണം മദീനയിൽ ഒരുക്കപ്പെടുകയാണ്. ആ സമയത്തിന് യുദ്ധത്തിന് പോയവരുടെ കൂട്ടത്തിൽ ഹാരിസ എന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ബദറിൽ ഷഹീദായിട്ടുണ്ട്. മദീനയിൽ വന്ന നബിയെയും സ്വഹാബത്തിനെയും സ്വീകരിക്കുന്നവരിൽ ഹാരിസ എന്ന കുട്ടിയുടെ ഉമ്മയുമുണ്ടല്ലോ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ മകൻ ഹാരിസ ഷഹീദായില്ല നബിയേ. എന്താണ് അമ്മാന്റെ ഒരു വിഷമം എന്നറിയും. എന്നിട്ട് അമ്മ പറഞ്ഞു, നബിയെ, ഖദ് അറഫ്ത മൻസിലത ഹാരിസത മിന്നി, എന്റെ ഹാരിസക്ക് ഞാനുമായിട്ടുള്ള ബന്ധം, സ്നേഹവും ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനൊക്കെ എത്രയും നിങ്ങൾക്ക് അറിയില്ല നബി. അത് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്റെ കുട്ടി സ്വർഗത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അസ്ബിറു വഅഹ്തസിബു, ക്ഷമിക്കാൻ ഞാൻ ഒരുക്കമാണ് നബിയേ. അതല്ലാത്ത മറ്റൊരു വാർത്തയാണ് നിങ്ങൾ ഇന്ന് എനിക്ക് കിട്ടുന്നതെങ്കിൽ തറാമ അസ്നഉ, വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നബിയെ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ ഞാൻ എന്താ കാട്ടാന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാന്ന് പറഞ്ഞു. അപ്പോ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്മയോട് പറഞ്ഞു, ഉമ്മ വൈഹഖി, അതൊരു സ്നേഹത്തിന്റെ പ്രകടനമാണത്. അവ ജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, നിങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞ ഒരു സ്വർഗം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. വഇന്നഹാ ജിനാനുൻ കസീർ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് പദവികളില്ലേ. വഇന്നഹു ഫിൽ ഫിർദൗസിൽ അഅ്ലാ, നിങ്ങളുടെ മകനായ ഹാരിസയുള്ളത് സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ അർശിന്റെ നേരെ താഴ്ഭാഗത്തുള്ള സ്വർഗങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറയായ ജന്നത്തുൽ ഫിർദൗസില്ലേ, ആ ജന്നത്തുൽ ഫിർദൗസിലാണ് നിങ്ങളുടെ മകനായ ഹാരിസയുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ടത് ജന്നത്തുൽ ഫിർദൗസാണ്. പരിശുദ്ധ റമളാനിലെ 19ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? യർഫഉല്ലാഹു ദറജതഹു ഫിൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ തന്നെ ആ മനുഷ്യൻ അല്ലാഹു വലിയ പദവി നൽകുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ ബദരീങ്ങളോടുകൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്ന് കോഡൂരിൽ പോയപ്പോൾ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു 10-35 വയസ്സായ ചെറുപ്പക്കാരന് ക്യാൻസർ ബാധിച്ച് വെല്ലൂർ CMC-യിൽ മാസങ്ങളായിട്ട് ചികിത്സയിലാണ്. വലിയ പ്രയാസം പറഞ്ഞിരുന്നു. റബ്ബേ, ആ ചെറുപ്പക്കാരന് ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആരോഗ്യം നീ നൽകണേ അല്ലാഹ്. അതുപോലെ ഒതുക്കങ്ങളുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസുഖം സുഖപ്പെടാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇന്ന് കോടൂരിന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ മജ്ലിസും കേൾക്കുന്ന സഹോദരനാണെന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരനും കുടുംബത്തിനും ഖൈർ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പണ്ടൂർ ഭാഗത്ത് ഒരു ഉമ്മ വിളിച്ച് മകന് വിസക്ക് വേണ്ടി കാശ് കൊടുത്തിരുന്നു. കാശും തിരിച്ചു കിട്ടിയിട്ടില്ല, വിസയും കിട്ടിയിട്ടില്ല. വലിയ വിഷമം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, ആ
മകന് എന്താണോ ഹൈറായതെങ്കിൽ അതിനെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ അവർക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകണേ അല്ലാഹ്. ഹൈറായ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഞങ്ങളിലുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. റബ്ബേ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ പിന്നെയും ക്രൂശിക്കപ്പെടുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ 200-300 ആളുകളാണ് റബ്ബേ ആ ഇസ്രായേലിന്റെ ഭീകരന്മാരാൽ കൊല ചെയ്യപ്പെടുന്നത് അധികവും കുട്ടികളാണ് റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ശുഹദാക്കളെ പ്രതിഫലം നൽകണേ അല്ലാഹ്. റബ്ബേ അവർക്ക് നീ വിജയം കൊടുക്കണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.